എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിപ്പാനിടയായി തീർന്നത്, നിന്റെ ഭക്തന്മാർ നിന്റെ നന്മയിൽ സന്തോഷിക്കുമാറാകട്ടെ എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നാം സന്തോഷിക്കണം എന്നുള്ളതാണ്. ഇന്ന് പകൽ നാം ചിന്തിക്കാൻ പോകുന്നത്, നാം സന്തോഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അത് നാം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. നാം സന്തോഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഭൗതിക നന്മയിലല്ല, മറിച്ച് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിലാണ് നാം സന്തോഷിക്കേണ്ടത്. എങ്ങനെയാണ് പേര് സ്വർഗത്തിൽ എഴുതുവാൻ കഴിയുന്നത്? വിശുദ്ധ ബൈബിൾ പറയുന്നു, എല്ലാ മനുഷ്യരും പാപികളാണ്. പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും പാപം ഏറ്റുപറഞ്ഞ് ഒരു ദൈവപൈതലായി തീരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടവർക്ക് പിന്നീട് പാപത്തിന്റെ ശിക്ഷ ഇല്ല. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. അങ്ങനെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും നിത്യമായ ജീവന് അവകാശിയായി തീരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേരാണ് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്ന ഒരു വസ്തുതയുണ്ട്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതെ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ കേവലം ഈ ലോകത്തിലെ ഭൗതിക മാത്രം ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും അവസാനം എന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. കെടാത്ത തീയും ചാകാത്ത പുഴുവും ഉള്ള നിത്യ ദണ്ഡനത്തിലാണ്. എന്നാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ കൽപ്പന പ്രമാണിച്ച് ഓരോ ദിവസവും മുൻപോട്ട് പോകുന്ന ഒരു ദൈവഭക്തന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയും ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു കർത്താവ് വീണ്ടും വരികയും ചെയ്യും. യേശു കർത്താവിന്റെ മടങ്ങിവരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുന്ന ഏവർക്കും നിത്യജീവനുണ്ട്. അങ്ങനെ നിത്യജീവൻ പ്രാപിച്ച പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ളത് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ആ ഉറപ്പ് നാം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ശിക്ഷാവിധി അങ്ങ് നീക്കിയതോർത്ത് സ്തോത്രം. പിന്നെയും അങ്ങയുടെ കൃപയിൽ സന്തോഷിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.